ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസ് പ്രശസ്ത എഴുത്തുകാരനും ഗവേഷകനുമായ ഡോക്ടർ എതിരൻ കതിരവൻ്റെ മലയാളിയുടെ ജനിതകം എന്ന പുസ്തകമാണ്. ഇതിലെ 50 മുതൽ 72 വരെയുള്ള പേജുകളാണ് സ്വവർഗാനുരാഗത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നത്. ഇത് ശരിക്കും അറിവിൻ്റെ ഒരു കലവറ തന്നെയാണ്. ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും സ്വന്തമാക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ഈ പുസ്തകത്തിൽ അദ്ദേഹം 24 വ്യത്യസ്തമായിട്ടുള്ള റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ചില റെഫറൻസുകളൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ശാസ്ത്ര പ്രബന്ധങ്ങളാണ്. കൂടാതെ നാഷണൽ ജിയോഗ്രഫി ചാനൽ വന്നിട്ടുള്ള ഒരു വീഡിയോയും അദ്ദേഹം റെഫറൻസായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടു നോക്കിയതാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ DNA ബന്ധപ്പെട്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ചും ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. പല ആളുകളും സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ സ്വവർഗ ലൈംഗികത അത് ഒരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അത് പ്രകൃതി വിരുദ്ധമല്ല. പ്രകൃതിയിൽ ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഗേകളായിട്ടുള്ള അല്ലെങ്കിൽ സ്വവർഗാനുരാഗികളായിട്ടുള്ള സിംഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ലെസ്ബിയൻസ് ആയിട്ടുള്ള ജിറാഫുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഡോൾഫിനുകളിൽ നമ്മൾ സ്വവർഗാനുരാഗം കണ്ടിട്ടുണ്ട്. 93ഓളം വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളുടെ സ്പീഷീസിൽ സ്വവർഗാനുരാഗം കണ്ടിട്ടുണ്ട്. 100-ലധികം ഇൻസെക്ട്സ് അല്ലെങ്കിൽ പ്രാണികളിലും ആടുകളിലും പെൻഗ്വിനുകളിലും ഒക്കെ സ്വവർഗാനുരാഗം കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ആൽബട്രോസ് പക്ഷികളാണ്. ആൽബട്രോസ് പക്ഷികളിൽ 1/3 സ്വവർഗാനുരാഗം പുലർത്തുന്ന ജീവജാലങ്ങളാണ്. ഇത്തരത്തിൽ മൊത്തം 1500-ലധികം വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളിൽ നമ്മൾ സ്വവർഗാനുരാഗം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും പ്രകൃതി വിരുദ്ധമല്ല, പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മാത്രമാണ്. സ്വവർഗാനുരാഗത്തിൻ്റെ പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ചും DNA പഠനങ്ങളെക്കുറിച്ചും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാകുന്നതിന് മുൻപ് എങ്ങനെയാണ് ഗർഭപാത്രത്തിൽ വെച്ച് ആണാകുന്നതും പെണ്ണാകുന്നതും നിർണ്ണയിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. നമുക്ക് അവിടെ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. മനുഷ്യന് 23 ജോഡി ക്രോമസോമുകളാണ് ഉള്ളത്. അതിൽ ഒരു ക്രോമസോമിൻ്റെ ജോഡിയാണ് XY ക്രോമസോം അല്ലെങ്കിൽ XX ക്രോമസോം. XY ക്രോമസോം ആണെങ്കിൽ അതൊരു പുരുഷനായിരിക്കും. XX ക്രോമസോം ആണെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കും. പക്ഷേ ഇത് എല്ലായ്പ്പോഴും കൃത്യമാകണമെന്നില്ല. XY ക്രോമസോമുള്ള പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുമുണ്ട്. XX ക്രോമസോമുള്ള പുരുഷന്മാരുമുണ്ട്. XY ക്രോമസോമിലെ Y ക്രോമസോം നമുക്കെടുക്കാം. Y ആണ് പുരുഷനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുരുഷനാകാൻ കാരണമായി മാറുന്നത് Yയുടെ പ്രവർത്തനങ്ങളാണ്. Y ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് SRY മാസ്റ്റർ ജീൻ. സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ Y ക്രോമസോം എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ SRY മാസ്റ്റർ ജീനാണ് ശരിക്കും പുരുഷനെ ഉണ്ടാക്കുന്നത്. SRY മാസ്റ്റർ ജീൻ ഒരു പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. TDF അല്ലെങ്കിൽ ടെസ്റ്റിസ് ഡിറ്റർമൈനിങ് ഫാക്ടർ എന്നാണ് ആ ഒരു പ്രോട്ടീൻ്റെ പേര്. ഈ പ്രോട്ടീൻ SOX9 പോലെയുള്ള ജീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. SOX9 പോലെയുള്ള ജീനുകളാണ് ജെനിറ്റൽ ബഡ്സിനെ പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങളായിട്ടുള്ള ബീജവാഹിനി കുഴൽ, ലിംഗം, വൃഷ്ണം തുടങ്ങിയവയാക്കി മാറ്റുന്നത്. ജെനിറ്റൽ ബഡ്സ് അത് ഒരു ഭ്രൂണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭ്രൂണത്തിലുണ്ട്. ആ ജെനിറ്റൽ ബഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെല്ലുകളാണ് പിന്നീട് പുരുഷന്മാരുടെ ലൈംഗിക അവയവമായി മാറുന്നതും അതുപോലെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളായിട്ടുള്ള യോനിയും അണ്ഡാശയവും ഒക്കെയായി മാറുന്നത്. SOX9 ജീൻ ടെസ്റ്റിസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഹോർമോണിൻ്റെ പ്രവർത്തനം കാരണമാണ് ഒരു ഭ്രൂണം ശരിക്കും പുരുഷനായി മാറുന്നത്. XY ക്രോമസോം അടങ്ങിയിട്ടുള്ള ഒരു ഭ്രൂണം അതൊരു പുരുഷനായി മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. XY ക്രോമസോമിലെ Y ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന SRY മാസ്റ്റർ ജീൻ ചിലപ്പോൾ Y ക്രോമസോമിൽ കാണില്ല. അണ്ഡവും ബീജവും പരസ്പരം ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ Y ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന SRY മാസ്റ്റർ ജീൻ അവിടെ നിന്നും ഡിറ്റാച്ച് ആയെന്ന് വരാം. അതായത് ഒരു ഭ്രൂണമുണ്ടാകുമ്പോൾ ആ ഭ്രൂണത്തിലെ XY ക്രോമസോമിൻ്റെ Y ഭാഗത്ത് SRY മിസ്സിംഗ് ആയിരിക്കും. SRY മിസ്സിംഗ് ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ SOX9 പ്രവർത്തനം കാര്യമായിട്ട് നടക്കില്ല. SOX9 പ്രവർത്തനം കാര്യമായി നടന്നില്ലെങ്കിൽ പുരുഷനാക്കി മാറ്റുന്ന തരത്തിലുള്ള ഹോർമോണുകളുടെ സെക്രീഷൻ അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ XY ക്രോമസോം ഉള്ള ആ ഭ്രൂണം ഒരു പുരുഷനായിട്ടല്ല മാറുന്നത്, ഒരു സ്ത്രീയായിട്ട് മാറും.
ആ സ്ത്രീയെ നമ്മൾ XY ഫീമെയിൽ എന്നാണ് പറയുന്നത്. ഇതാണ് സ്വയർഡ് സിൻഡ്രം. അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു ഭ്രൂണം അത് ഒരു പുരുഷനായിട്ട് മാറുന്ന ഭ്രൂണമാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് മാറുന്ന ഒരു ഭ്രൂണമാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ SOX9 എന്ന് പറയുന്ന ജീനുണ്ട്. SOX9 എന്ന് പറയുന്ന ജീനാണ് പുരുഷൻ്റെ ഹോർമോണുകൾക്ക് കാരണമായി മാറുന്നത്. SOX9 ആണുങ്ങളുടെ ഭ്രൂണത്തിലുമുണ്ട്, പെണ്ണുങ്ങളുടെ ഭ്രൂണത്തിലുമുണ്ട്, ചെറിയ അളവിലെങ്കിലും. പെണ്ണുങ്ങളുടെ ഭ്രൂണത്തിൽ അടങ്ങിയിരിക്കുന്ന SOX9 ജീനിനെ ഉറക്കിക്കിടത്തണം. അങ്ങനെ ഉറക്കിക്കിടത്താൻ സാധിച്ചില്ലെങ്കിൽ ആ SOX9 പ്രവർത്തിക്കുകയും ജെനിറ്റൽ ബഡ്സ് അതായത് ലൈംഗിക അവയവങ്ങളായിട്ട് മാറുന്ന സെല്ലുകൾ പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉറക്കിക്കിടത്താൻ വേണ്ടിയുള്ള ഒരു ജീനാണ് FOXL2. FOXL2 കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങളിൽ FOXL2വിൻ്റെ ഒരു അഭാവമുണ്ടെങ്കിൽ ആ പെണ്ണിന് അല്ലെങ്കിൽ ആ പെൺ ഭ്രൂണത്തിന് പെണ്ണത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. FOXL2 മാത്രമല്ല പ്രവർത്തിക്കുന്നത്, പെണ്ണുങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈസ്ട്രജൻ റിസപ്റ്ററിനും ഇവിടെ വലിയ പങ്കുണ്ട്. ഈസ്ട്രജൻ റിസപ്റ്ററും ഒരു പെണ്ണിന് പെണ്ണത്വം നൽകുന്നതിൽ വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകളിൽ ആണത്വത്തിൻ്റെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം പുറമെയുള്ള മറ്റൊരു സ്ത്രീകളുടെ ജീനാണ് WNT4 ജീൻ. ഈ WNT4 ജീൻ ഒരു പെണ്ണ് ഒരു ആണായിട്ട് മാറുന്ന അല്ലെങ്കിൽ ആ പെണ്ണിന് പെണ്ണത്വം നഷ്ടപ്പെടുന്ന പ്രക്രിയയെ ഡീവിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ജീനുകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യതിചലനം സംഭവിച്ചാൽ പോലും ആ കുഞ്ഞിൻ്റെ ലൈംഗികതയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആണെന്നോ പെണ്ണെന്നോ പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ലൈംഗിക അവയവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ചുരുക്കത്തിൽ ആണ് പെണ്ണ് എന്ന് പറയുന്നത് ഒരു ബൈനറി അല്ല. അതായത് 1-0 എന്ന് പറയുന്നത് പോലെ നമുക്ക് ഉറപ്പിച്ച് ആണെന്നോ ഉറപ്പിച്ച് പെണ്ണെന്നോ പറയാൻ സാധിക്കില്ല. ഈ ആണുങ്ങളിൽ തന്നെ ഒരുപാട് ഷെയ്ഡുകളുണ്ട്, പെണ്ണുങ്ങളിലും ഒരുപാട് ഷെയ്ഡുകളുണ്ട്. ഒരു പുരുഷനിൽ സ്ത്രീയുടെ അനേകം ഫീച്ചേഴ്സ് കാണും, അതുപോലെ ഒരു സ്ത്രീയിൽ പുരുഷൻ്റെ അനേകം ഫീച്ചേഴ്സ് കാണും. ഇങ്ങനെ നമ്മളെല്ലാവരിലും അടങ്ങിയിരിക്കുന്നത് ഒരു പുരുഷൻ മാത്രമല്ല, ഒരു സ്ത്രീ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ മാത്രമല്ല ഒരു പുരുഷൻ കൂടിയാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുമെന്ന് മാത്രം. ആണാകുന്നതും പെണ്ണാകുന്നതുമൊക്കെ ക്രോമസോം ബേസ് ചെയ്തിട്ടാണെങ്കിൽ പോലും ആ ക്രോമസോമിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ പ്രത്യേക ഭാഗങ്ങളുടെ പ്രവർത്തനം കാരണം ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ പ്രോട്ടീൻ്റെ പ്രവർത്തനം കാരണം ചില ജീനുകൾ ആക്ടിവേറ്റ് ആവുകയും ആ ജീനുകളുടെ പ്രവർത്തനം കാരണം ചില ഹോർമോണുകൾ സെക്രീറ്റ് ആവുകയും ചെയ്യും. ഈ ഹോർമോണുകളാണ് ഒരു വ്യക്തിയുടെ ലൈംഗികത തീരുമാനിക്കുന്നത്. ഒരു ഭ്രൂണമുണ്ടായി 2 മാസങ്ങൾ കൂടി കഴിയുമ്പോൾ SRY ജീനിൻ്റെയും WNT4 ജീനിൻ്റെയും പ്രവർത്തനം കാരണം അതിലെ ജെനിറ്റൽ ബഡ്സ് അത് വ്യത്യസ്തമായിട്ടുള്ള ലൈംഗിക അവയവങ്ങളായിട്ട് മാറുന്നു. ഒന്നുകിൽ പുരുഷൻ്റെ ലൈംഗിക അവയവങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളായിട്ട് മാറും. പക്ഷേ ആ സമയത്തൊന്നും ഈ ലൈംഗിക അവയവങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കോ തലച്ചോറുമായിട്ട് ഒരു ബന്ധവുമില്ല. 3-ാം മാസത്തിൽ പെൺ തലച്ചോറും ആൺ തലച്ചോറുമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ തലച്ചോറിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന് കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നതല്ല. ലൈംഗിക അവയവങ്ങൾ ഉണ്ടായതിന് ശേഷം മാത്രമാണ് തലച്ചോറിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. രണ്ടും ഒരുമിച്ചല്ലാത്തത് കൊണ്ട് തന്നെ, രണ്ടും സിങ്ക്രണസ് ആയിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ പുരുഷന്മാരുടെ ലൈംഗിക അവയവം ഉണ്ടെങ്കിൽ പോലും തലച്ചോറ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം ഒരു സ്ത്രീയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം പോലെ ആയിരിക്കും. അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങൾ ഉണ്ടെങ്കിൽ പോലും തലച്ചോറിൻ്റെ പ്രവർത്തനം അത് ഒരു പുരുഷൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം പോലെ ആയിരിക്കും. ഒരു പുരുഷൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത്തരത്തിലായിരിക്കും ആ വ്യക്തി ചിന്തിക്കുക. അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് ലിംഗം ഉപയോഗിച്ചിട്ടല്ല, തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ്. ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ഒരു വ്യക്തിയെ പുരുഷനാണെന്നോ അല്ലെങ്കിൽ സ്ത്രീയാണെന്നോ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഒരു പെണ്ണിൻ്റെ തലച്ചോറും ആണിൻ്റെ തലച്ചോറും വ്യത്യസ്തമാണ്. ഒരു പെണ്ണ് ചിന്തിക്കുന്നത് പോലെയല്ല ആണ് ചിന്തിക്കുന്നത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും ബുദ്ധിശക്തിപരമായിട്ടുള്ള കഴിവിലും വ്യത്യാസമുണ്ട്. മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഒരു ദിശ മനസ്സിലാക്കി ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിലും ഒക്കെ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. പുരുഷനാണോ അതോ സ്ത്രീക്കാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളതെന്ന് വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ജനിതക പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. പല ആളുകളും സെക്ഷൽ ഓറിയൻറ്റേഷനും സെക്ഷൽ ഐഡൻറ്റിറ്റിയും ഒന്നാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. സെക്ഷൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ
നമ്മളെ ഏത് രീതിയിലാണ് കാണുന്നതെന്നുള്ളതാണ്. ഒരു പുരുഷൻ ആ പുരുഷൻ്റെ ശരീരം കൊണ്ട് പുരുഷനാണെങ്കിൽ പോലും ആ പുരുഷൻ സ്വയം ആ പുരുഷനെ കാണുന്നത് ഒരു സ്ത്രീയുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ചിന്തകളിലൂടെ ആയിരിക്കും. നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഒരു സ്ത്രീ ആ സ്ത്രീയുടെ രൂപഘടന കൊണ്ട് ആ സ്ത്രീ ഒരു സ്ത്രീയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ആ സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ സ്ത്രീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു പുരുഷനായിട്ടാണ്. ഇതാണ് സെക്ഷൽ ഐഡൻറ്റിഫിക്കേഷൻ. സെക്ഷൽ ഓറിയൻറ്റേഷൻ അത് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പുരുഷൻ ആ പുരുഷനാണെന്ന് തന്നെയാണ് അയാൾ ചിന്തിക്കുന്നത്. പക്ഷേ അയാൾക്ക് സ്ത്രീകളോടല്ല അട്രാക്ഷൻ തോന്നുന്നത്, അയാൾക്ക് ഒരു പുരുഷനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അത് ഗേ ആണ്, അതായത് ഹോമോസെക്ഷലാണ്. ഒരേ ഗണത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളോടാണ് അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യമുണ്ടാവുക. സ്ത്രീകളിലും അങ്ങനെ തന്നെ. ഒരു സ്ത്രീ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ തന്നെയാണ്, സ്ത്രീയുടെ തലച്ചോറ് തന്നെയാണ്. പക്ഷേ ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുന്നത് മറ്റൊരു സ്ത്രീയോട് മാത്രമായിരിക്കും. ഇത് രണ്ടുമല്ലാതെ ബൈസെക്ഷലുമുണ്ട്. ഒരേ സമയം തന്നെ പുരുഷനോടും ലൈംഗികത തോന്നും, അതുപോലെ സ്ത്രീയോടും ലൈംഗികത തോന്നും. എന്നാൽ ഇവർ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പുരുഷൻ പുരുഷനായിട്ടും സ്ത്രീ സ്ത്രീയായിട്ടുമായിരിക്കാം. എന്നാൽ ഈ സെക്ഷൽ ഐഡൻറ്റിറ്റിയും സെക്ഷൽ ഓറിയൻറ്റേഷനും ഇടകലർന്നു വരാറുമുണ്ട്. അതായത് ഒരു പുരുഷൻ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു സ്ത്രീയായിട്ടാണ്, അതിനു പുറമേ ആ പുരുഷൻ ഒരു ഗേ കൂടിയാണ്. അങ്ങനെയുള്ള കോമ്പിനേഷനുകളും പോസിബിളാണ്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് അത് കാമത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. കാമത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ദാഹം കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ താപനില കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഇതൊക്കെ ഹൈപ്പോതലാമസ് ആണ്. കാമവും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനമാണ്. 1991 സൈമൺ ലെവേ എന്ന ഒരു ഗവേഷകൻ ഗേ ആയിട്ടുള്ള ആളുകളിലും ഗേകളല്ലാത്ത ആളുകളിലും സ്ത്രീകളിലും ഒരു പഠനം നടത്തി. മരിച്ചുപോയ ഗേകളല്ലാത്ത ആളുകളുടെയും സ്ത്രീകളുടെയും തലച്ചോറിലാണ് അദ്ദേഹം പഠനങ്ങൾ നടത്തിയത്. ഈ പരീക്ഷണത്തിൽ നിന്നും അദ്ദേഹത്തിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചു. ഗേ ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ ഹൈപ്പോതലാമസിലെ ഒരു ഭാഗമായ INAH3യുടെ വലിപ്പം താരതമ്യേന വളരെ കുറവാണ്. ഗേ അല്ലാത്ത ഒരു പുരുഷൻ്റെ ഹൈപ്പോതലാമസിലെ INAH3 എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ INAH3യുടെ വലിപ്പം അത് ഗേ ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ INAH3യുടെ വലിപ്പത്തിന് തുല്യമാണ്. കോജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലാസ്മിയ ഇതൊരു ജനിതക അവസ്ഥയാണ്. XX ക്രോമസോം ഉള്ള ഒരു ഭ്രൂണം പെൺഭ്രൂണമായിരിക്കുമെന്നാകും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആ പെൺഭ്രൂണത്തിൽ കൂടുതലായിട്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെനിറ്റൽ ബഡ്സിൽ കുറേയൊക്കെ പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങളായിട്ട് മാറുന്നുമുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പുരുഷന്മാരുടെ ലൈംഗിക അവയവവും ഉണ്ടായിരിക്കും. സർജറിയിലൂടെ അത് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ വ്യക്തിക്ക് എല്ലായ്പ്പോഴും ഒരു സ്ത്രീയോടായിരിക്കും ലൈംഗികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. LGBTQ വിഭാഗത്തെ തള്ളിപ്പറയുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗേ ജീനുകളുടെ അഭാവമാണ്. അല്ലെങ്കിൽ ശാസ്ത്രം ഇന്നുവരെ ഗേ ജീനുകളെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു പോയിന്റാണ്. ശരിക്കും ഒരു വ്യക്തി ഒരു ഗേ ആകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആകണമെങ്കിൽ ആ വ്യക്തിക്ക് ഗേ ജീനിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ ഫീച്ചറുകളും ഒരൊറ്റ ജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നത്. അനേകം ജീനുകളുടെ ഒരു കോമ്പിനേഷൻ്റെ പ്രവർത്തനം കാരണമാണ് ഓരോ ഫീച്ചറുകളും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണിൻ്റെ നിറം, നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം, ഇതൊക്കെ ഒന്നിലധികം ജീനുകളുടെ പ്രവർത്തനം കാരണം ഉണ്ടാകുന്നതാണ്. ഒരു വ്യക്തി ഗേ ആകുന്നത് അല്ലെങ്കിൽ ലെസ്ബിയൻ ആകുന്നത് ഒന്നിലധികം ജീനുകളുടെ പ്രവർത്തനം കാരണമാണ്. ഇരട്ടകളിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വ്യത്യസ്തമായിട്ടുള്ള ഇരട്ടകളാണ് ഉള്ളത്. ഒന്ന് ഐഡൻറ്റിക്കൽ ട്വിൻസ്, കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുക. രണ്ടുപേരുടെയും DNA 100% തുല്യമായിരിക്കും. അതിൻ്റെ കാരണം ഒരു ഒറ്റ അണ്ടത്തിൽ ഒരൊറ്റ ബീജം ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവരുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ അണ്ടം അത് 2 വ്യത്യസ്ത അണ്ടങ്ങളായിട്ട് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് മാറുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മാറിയിട്ടുള്ള ആ 2 അണ്ടങ്ങളാണ് 2 കുട്ടികളായിട്ട് മാറുന്നത്. ഇവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ്. ഇവരുടെ DNA 100% തുല്യമാണ്. രണ്ടാമത്തെ ട്വിൻസ് ആണ് ഫ്രറ്റേണൽ ട്വിൻസ്. ഫ്രറ്റേണൽ ട്വിൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇരട്ടകളാണെന്ന് പോലും നമുക്ക് തോന്നില്ല. സഹോദരന്മാരോ അല്ലെങ്കിൽ സഹോദരിമാരാണെന്നോ നമുക്ക് തോന്നും. DNA-യിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 2 വ്യത്യസ്തമായിട്ടുള്ള അണ്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ബീജങ്ങൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവർ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള DNA ആണ് ഇവരിലുള്ളത്.
ഗവേഷകർ ഐഡൻറ്റിക്കലായിട്ടുള്ള ട്വിൻസിൽ ഒരു പഠനം നടത്തി. ഗേകളായിട്ടുള്ള ഐഡൻറ്റിക്കൽ ട്വിൻസിനെയും ഗേ അല്ലാത്ത ഐഡൻറ്റിക്കൽ ട്വിൻസിനെയും എടുത്തു. ഐഡൻറ്റിക്കൽ ട്വിൻസിൽ ഒരാൾ ഗേ ആണെങ്കിൽ രണ്ടാമത്തെ ആൾ ഗേ ആകാനുള്ള സാധ്യത 50% കൂടുതലാണെന്നാണ് ഈ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത്. അല്ലാതെ നമ്മൾ റാൻഡമായിട്ട് 2 സഹോദരന്മാരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വ്യക്തി ഗേ ആണെങ്കിൽ മറ്റേ വ്യക്തി ഗേ ആവാനുള്ള സാധ്യത അത് 10%-ലും താഴെയാണ്. ഐഡൻറ്റിക്കൽ ട്വിൻസ് ആകുമ്പോൾ മാത്രമാണ് 50%-നും മുകളിലായി മാറുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തി ഗേ ആകുന്നതിൽ ആ വ്യക്തിയുടെ DNA-ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ്. 1993 ഡീം ഹാമർ എന്ന ഗവേഷകൻ നടത്തിയ ഒരു ഗവേഷണത്തിലൂടെ ഒരു വ്യക്തിയുടെ X ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന XQ28 ആ വ്യക്തിയെ ഗേ ആക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എപ്പിജെനറ്റിക് സ്റ്റഡി ഒരു പുതിയ ശാസ്ത്ര പഠന മേഖലയാണ്. ഈ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചില രാസമാറ്റങ്ങൾ കാരണം അല്ലെങ്കിൽ ചില കെമിക്കൽ ചേഞ്ചസ് കാരണം ചില ജീനുകൾ ഓൺ ആവുകയും ചില ജീനുകൾ ഓഫ് ആവുകയും ചെയ്യുന്നു. ഈ രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ ജീനുകളുടെ ഈ മാറ്റങ്ങൾ നമ്മുടെ DNA-യുടെ സ്ട്രക്ചറിൽ ഒരു രീതിയിലുള്ള മാറ്റവും വരുത്തുന്നില്ല. XY ക്രോമസോം അടങ്ങിയിട്ടുള്ള ഒരു പുരുഷൻ, ആ പുരുഷനിൽ കൂടുതലായിട്ട് സ്ത്രീത്വം ഉണ്ടാകുന്ന തരത്തിലുള്ള ജീനിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഓൺ ആയിട്ടിരിക്കും. പുരുഷനാകേണ്ട അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കേണ്ട ജീനുകൾ ഓഫായിട്ടും ഇരിക്കും. ഇത് നമുക്ക് 100%വും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു പഠനമല്ല. കാരണം അത് ഇപ്പോഴും അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. ഒരു പുതിയ ശാസ്ത്ര മേഖലയാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിസർച്ച് ഫലങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗർഭാവസ്ഥയിലുള്ള പെൺ എലികളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കുത്തിവെച്ചുകൊണ്ട് ഗവേഷകർ ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ എലി പിന്നീട് പ്രസവിക്കുകയും ആ എലി പ്രസവിച്ച പെൺ എലികൾ അത് ലെസ്ബിയൻസ് ആയിട്ട് മാറുന്ന കാഴ്ചയും ഇതേ ഗവേഷകർ തന്നെ വീക്ഷിച്ചിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ആ വ്യക്തി ആണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളാകണമെന്നോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളാകണമെന്നോ അതുമല്ലെങ്കിൽ ആണും പെണ്ണുമല്ലാതെ മറ്റൊരു വർഗമായിട്ട് ജനിക്കണമെന്നോ ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് ശരിക്കും ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള സെക്ഷൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ പരിസരം അല്ലെങ്കിൽ ചുറ്റുപാടും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഗേയിലും അതുപോലെ ലെസ്ബിയൻസിലും ആപ്ലിക്കബിൾ അല്ല. സെക്ഷൽ ഐഡൻറ്റിറ്റിയിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ഒരു പുരുഷനായിട്ട് ജനിച്ച വ്യക്തി, പക്ഷേ ആ വ്യക്തി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ടാണ്. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതകാലത്തിൽ ഒരിക്കലും സ്ത്രീകളെ കാണുന്നില്ലെങ്കിൽ, സ്ത്രീകളെ കണ്ടിട്ടേ ഇല്ലെങ്കിൽ ആ സ്ത്രീകൾ ചെയ്യുന്ന രീതിയിൽ സ്വയം ചെയ്യാനായിട്ടുള്ള തോന്നലുകൾ ആ വ്യക്തിക്കുണ്ടാകില്ല. ഒരു സ്ത്രീയെ പോലെ കണ്ണെഴുതാനോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേക്കപ്പുകൾ ധരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ ആ വ്യക്തിക്ക് തോന്നുകയില്ല. കാരണം ആ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുമ്പോൾ അത് ഇങ്ങനെയുള്ള ആളുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും അവർക്ക് അങ്ങനെയുള്ള വേഷങ്ങൾ ധരിക്കാനും അങ്ങനെയുള്ള മേക്കപ്പുകൾ ഇടാനും ഒക്കെ തോന്നുന്നതാണ്. എന്നാൽ ഇവർ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും സാധാരണ ഒരു സ്ത്രീ എങ്ങനെയാണോ നടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയാണോ ചിരിക്കുന്നത്, ഒരു സ്ത്രീ എങ്ങനെയാണോ നോക്കുന്നത്, ഏകദേശം അതേ ഭാവത്തോടു കൂടി അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ വ്യക്തിയും പെരുമാറുക. അതിന് ഈ വ്യക്തിക്ക് ഒരു സ്ത്രീയെ കണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിയുടെ തലച്ചോറ് അത്തരത്തിലുള്ള സിഗ്നലുകളാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഇമോഷനുകൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് പ്രകൃതി വിരുദ്ധമല്ല. അങ്ങനെ പ്രകൃതി വിരുദ്ധമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അവരെ കൂടി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ അവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകൾ കാണുന്നത് നമ്മളെ അലോസരപ്പെടുത്തുമായിരിക്കും. നമ്മളൊരു ഹെട്രോസെക്ഷലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഹോമോസെക്ഷലായിട്ടുള്ള ആളുകൾ അവർ ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവരുടെ പ്രണയരംഗങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പുരുഷൻ, ആ പുരുഷൻ ഹെട്രോസെക്ഷലാണ്, അതായത് ഓപ്പോസിറ്റ് സെക്സിനോട് മാത്രമേ അയാൾക്ക് ലൈംഗികമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ വ്യക്തി ഗേ ആയിട്ടുള്ള 2 വ്യക്തികളെ കാണുന്നു. ആ 2 വ്യക്തികൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അത് കണ്ടു നിൽക്കാനായിട്ട് ഹെട്രോസെക്ഷലായിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ലെസ്ബിയൻസ് ആയിട്ടുള്ള 2 വ്യക്തികളാണ് അത്തരത്തിലുള്ള ചേഷ്ടകൾ ഏർപ്പെടുന്നതെങ്കിൽ അത് ഈ വ്യക്തിക്ക് കണ്ടിരിക്കാൻ സാധിക്കും. കാരണം ഈ 2 സ്ത്രീകളും ആ വ്യക്തിയെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കുന്നവരാണ്.
ഒരു ഗേ ആയിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള രണ്ട് ആളുകൾ തമ്മിലുള്ള പ്രണയരംഗങ്ങൾ കണ്ടിരിക്കാൻ സാധിക്കും. കാരണം അതിലെ ഒരു വ്യക്തി അവർക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയാണ്. ഗേ ആണെങ്കിൽ അതിലെ പുരുഷനോട് അട്രാക്ഷൻ തോന്നും, ലെസ്ബിയൻ ആണെങ്കിൽ അതിലെ സ്ത്രീയോട് അട്രാക്ഷൻ തോന്നും. ചുരുക്കത്തിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു പുരുഷന് ഹോമോസെക്ഷൽ ആയിട്ടുള്ള രണ്ട് പുരുഷന്മാരുടെ പ്രണയരംഗങ്ങൾ കണ്ടിരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാതിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ആക്ഷേപിക്കേണ്ട അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറേണ്ട കാര്യമില്ല. കാരണം നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് അവരും. സ്വവർഗാനുരാഗം അത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമല്ല. പ്രകൃതിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിൽ നമുക്ക് സ്വവർഗാനുരാഗം കാണാൻ സാധിക്കും. സെക്സ് എന്ന് പറയുന്നത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമല്ല ആളുകൾ സെക്സിൽ ഏർപ്പെടുന്നത്. മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് സെക്സ്. പ്രത്യുൽപാദനം ഇല്ലാതെ തന്നെ സെക്സിൽ അല്ലെങ്കിൽ പ്രത്യുൽപാദനം ആവശ്യമില്ലാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ആളുകൾ ഏർപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഏർപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ആ വ്യക്തി മനുഷ്യരുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷെയ്ഡിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിക്ക് അട്രാക്ഷൻ തോന്നുന്നത് മറ്റൊരു ജെൻഡറിൽപ്പെട്ടിട്ടുള്ള ആളിനോടായിരിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.